കുംഭമേളയിൽ വൈറലായ ചാരക്കണ്ണുകളുള്ള പെൺകുട്ടി മോണോലിസയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും വ്ളോഗർമാരും. ഇതിനിടെ മോണോലിസ സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നുവെന്നടക്കമുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. കുംഭമേളയിൽ വൈറലായി വെറും 10 ദിവസം കൊണ്ട് മോണോലിസ 10 കോടി രൂപ സ്വന്തമാക്കിയെന്നതാണ് പടർന്നുപിടിച്ച മറ്റൊരു അഭ്യൂഹം. ഇത് സത്യമാണോ നുണയാണോ എന്നറിയാതെ ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിൽ പടർന്നുപിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രചാരണം നുണയാണെന്നാണ് മോണോലിസ തന്നെ വ്യക്തമാക്കുന്നത്. അത്രയും രൂപ വരുമാനമുണ്ടെങ്കിൽ പിന്നെ താൻ എന്തിനാണ് ഇവിടെ കഴിയുന്നത്, എന്തിനാണ് മുത്തുമാലകൾ വിൽക്കുന്നത് എന്നാണ് മോണോലിസയുടെ ചോദ്യം. കുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കാനെത്തിയ പെൺകുട്ടിയെ വ്ളോഗർമാർ വളഞ്ഞതോടെ അവളുടെ പിതാവ് അവളെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ മോണോലിസയുടെ ചിത്രങ്ങളും വീഡിയോകളും അഭിമുഖങ്ങളും ഇപ്പോഴും സൂപ്പർ ഹിറ്റായി ഓടുകയാണ്. തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയെ കരുതി നാട്ടിലേക്ക് തിരിച്ചെത്തിയെന്നാണ് മോണോലിസ വ്യക്തമാക്കിയത്. പറ്റിയാൽ അടുത്ത മാസം വീണ്ടും പ്രയാഗ്രാജിലെത്തുമെന്നാണ് മോണോലിസ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് തിരിച്ചെത്തിയതിനു പിന്നാലെ മോണോലിസ സ്വന്തമായി യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം അക്കൌണ്ടും തുറന്നിരുന്നു. നിരവധി പേരാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് മോണോലിസയ്ക്ക് ആരാധകരായി എത്തിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.